എന്തായി? ഇല്ലടാ, അവനെ കൈ കിട്ടിയില്ല. നീ വിഷമിക്കണ്ട, അയാളെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത ഗ്രാമത്തിലെ ഇഷ്ടിക കമ്പനി, അതിനടുത്തെവിടെയെങ്കിലും ഉണ്ടാവണേ. ഇനി എല്ലാം നിങ്ങൾ എനിക്ക് വിടുന്നു. നിങ്ങൾ തിരിച്ചു പോകുന്നു. വേണ്ട ദേവാ, വേണ്ട. പഞ്ഞിക്കാരൻ നീ ഒറ്റയ്ക്ക് നേരിടണ്ട. ഈ കണക്ക് ഞാൻ ഒറ്റയ്ക്ക് തീർക്കണ്ട. ഞാൻ തിരിച്ചു വരും. ബാന്ദ്രയിലെ രംഗരാജ് നായ്ക്കൽ സ്ട്രീറ്റിലെ നമ്മുടെ ഫ്ലാറ്റിലേക്ക് തന്നെ. പിന്നെ പതിവ് പോലെ നമ്മൾ വീണ്ടും നമുക്ക് വേണ്ടിയല്ലാത്ത യുദ്ധങ്ങൾക്ക് ഇറങ്ങും, ഒന്നിച്ച്. ആരാ നിങ്ങള്? എന്തിനാ എന്നെ ഇങ്ങനെ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? നിനക്കറിയില്ല അല്ലടാ വർഗീസേ, നിനക്കൊന്നും ഓർമ്മയില്ല അല്ലടാ പെറുക്കി നായേ. ഓർക്കണം, ആദ്യം മുതൽ വള്ളി പുള്ളി വിടാതെ നീ ഓർമ്മിക്കണം. അതിനാണ് നീ എന്നെ ഹരിശ്രീ പഠിപ്പിച്ച അതേ ആയുധം തന്നെ നിനക്കായിട്ട് ഞാൻ പുതുക്കി പണിതുകൊണ്ടുവന്നത്. അതേടാ, ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് കരുതി ഈ നാട്ടിൽ നിന്ന് നീ ഓടിച്ചു വിട്ട ആ പഴയ 13കാരൻ. പേശികളിൽ ചോരയും യൗവനവും നിറയാൻ കാത്തിരിക്കുകയായിരുന്നു ഞാനിതുവരെ. രക്ഷപ്പെടാൻ ശ്രമിക്കരുത് നീ, തീർത്തേ ഞാൻ മടങ്ങൂ. വാ തുറക്കരുത്, നിന്റെ തലച്ചോറ് ചിതറുന്നത് എനിക്ക് കാണണം. മോനെ ദേവാ. മോനോ? ആയേ, ഇനി എന്റെ കളി, എന്റെ ഊഴം. നിന്നോടും കുടുംബത്തോടും ഒരിക്കലും ചെയ്യരുതാത്ത പാവങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിനെനിക്ക് മാപ്പില്ലെന്നും അറിയാം. എന്നാലും വർഷങ്ങളായി ഞാൻ മനമൊരുക്കി മാപ്പിരുന്നുകൊണ്ടിരിക്കുക. ഈശ്വരനോട് ഇത്രയും കാലം ചെയ്തു കൂട്ടിയ പാപങ്ങൾ കാരണമാവാം. നഷ്ടപ്പെടാനൊന്നും ബാക്കിയില്ല. വീട് പോയി, സമ്പത്ത് പോയി, താ കണ്ടോ ആരോഗ്യവും തകർന്നു. ഓട്ട് കമ്പനിയിൽ മണ്ണ് ചുമന്ന ഇപ്പൊ ജീവിതം. സത്യത്തിൽ ജീവനുണ്ടെന്നേ ഉള്ളൂ ഈ ശരീരത്തിൽ. ശരിക്കും ശവമായത്. ഈ ശവത്തോട് പകരം ചോദിക്കണമെന്നുണ്ടോ? ആയിക്കോ, എതിർക്കില്ല ഞാൻ. എതിർക്കാനുള്ള പ്രാണനില്ല എനിക്ക്, ത്രാണിയില്ല എനിക്ക്. പോകാൻ
എന്താ പറയുക ഈ രാത്രിയിൽ? സാറേ ഞാൻ എന്ത് പറ്റിയിടോ? താമല്ലാതെ കിതയ്ക്കുന്നുണ്ടല്ലോ. അത് എൻ്റെ കണക്ക് തീർത്തയക്കോ? കണക്ക് തീർത്തയക്കേ? എങ്ങോട്ട്? എനിക്ക് പോണം. വേറൊരു ജോലി കിട്ടി, അതാ. തനിക്ക് വേറെ ജോലി കിട്ടിയാ പോവുക, പിന്നെ എന്ത് പണി ചെയ്തോ, അതൊക്കെ തന്റെ ഇഷ്ടം. അതിന് പാതിരക്ക് വന്ന് കൊണ്ടാറാണെന്ന് അതല്ല സാർ, ഒന്ന് മാറൂ. കുറച്ച് അത്യാവശ്യം ഉള്ളതുകൊണ്ടാ സാർ. എന്താ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഈ നേരില്ലാത്ത നേരത്ത് പറ്റില്ല. താൻ പോയിട്ട് നാളെ വാ. നാളെ ഞായറാഴ്ച സാർ. എന്നാ തിങ്കളാഴ്ച വാ. അയ്യോ അങ്ങനെ പറയരുത് ചേട്ടോ, ഇവിടെ തന്നെ ആവശ്യത്തിലധികം ജോലി ഉണ്ട്. തന്നോടല്ലേ പറഞ്ഞൊന്ന് പോവാൻ? അയ്യോ പോലെ ഇത് പിടിച്ച സമയത്താ. പെട്ടെന്ന് നോക്കടവിടെ. നിനക്കെന്നെ മനസ്സിലായ? ഞാൻ വാറ്റുകാരൻ തോമസിന്റെ മകൻ ജോസഫ്. അതേടാ, നിന്റെ പഴയ കൂട്ടുകാരൻ തന്നെയാണ്. തനിക്കിപ്പോ എന്താ വേണ്ടത്? ഇക്കെന്താ വേണ്ടെന്നായോ? കുറെ കൊല്ലങ്ങൾക്ക് മുമ്പേ നിന്റെ പെങ്ങൾക്കും അച്ഛനൊക്കെ ഉണ്ടായ ദുരന്തത്തിന് കാരണം ഒരു അജ്ഞാതനാണെന്ന് ആ നാറി പഞ്ഞിക്കാരവിടെ ഒരു കഥ ഉണ്ടാക്കി. ആ അജ്ഞാതനെ പേടിച്ചിട്ടാണ് നീ നാട്ടിൽ നിന്ന് തന്നെ പോയെന്ന് ആ തെണ്ടി ഇവിടെ പറഞ്ഞു വരുത്തി. അവന്റെ കോപ്പിലെ കഥയിലെ അജ്ഞാതനെ അവൻ തന്നെ നീ നാട്ടിൽ അന്ന് തന്നെ പലർക്കും സംശയമുണ്ട്. നോക്കടവിടെ. അപ്പോഴൊക്കെ ഒരു ദിവസം നീ ഇവിടെ തിരിച്ചു വരുന്നു, ആ പഞ്ഞിക്കാരനെ പിടിച്ച് ഇടിച്ച് പഞ്ഞിക്കിടുന്നു. ഈ ജോസഫ് കണക്കൂട്ടി. എവിടെ നിനക്ക് നിന്റെ അപ്പനോട് സ്നേഹടാ. ഇവിടെ ഓക്കെ എന്റെ അപ്പനെ പണ്ട് ഇയാളൊന്നും തല്ലി ഒന്ന് തോണ്ടിയല്ലോ. പക്ഷെ ഞാനവനെ കുടിപ്പിച്ച് കുത്തുപാളടിപ്പിച്ചു. പക്ഷെ നീ ആണല്ലടാ, കയ്യിലിങ്ങനെ ഒത്തു കിട്ടിയിട്ടും വിട്ടു കളഞ്ഞില്ലേ?